വൈശാഖ മഹോത്സവത്തിൽ സമാനതകളില്ലാത്ത ഭക്തജന പ്രവാഹത്തിനാണ് ഞായറാഴ്ച കൊട്ടിയൂർ സാക്ഷ്യം വഹിച്ചത്. പുലർച്ചെ 3 മണിക്ക് തന്നെ ഭക്തജനങ്ങളുടെ നീണ്ട നിര ഇക്കരെ കൊട്ടിയൂർ വരെ നീണ്ടു. നട തുറന്നതോടെ അക്കരെ കൊട്ടിയൂരിൽ തിരുവഞ്ചിറയും പരിസര പ്രദേശങ്ങളും ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞു. ഭക്തജന തിരക്ക് നിയന്ത്രിക്കാൻ പോലീസിനും സന്നദ്ധ പ്രവർത്തകർക്കും ഏറെ പാടുപെടേണ്ടി വന്നു. കർണാടകത്തിൽ നിന്നും ഭക്തജന പ്രവാഹമാണ് ഇക്കൊല്ലത്തെ പ്രത്യേകതയായി പറയാൻ കഴിയുക. ഞായറാഴ്ച എത്തിയവരിൽ നല്ലൊരു ശതമാനം ഭക്തജനങ്ങളും കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയവരാണ്. കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളിൽ നിന്നും പതിവിന് വിപരീതമായി ഇത്തവണ ഭക്തരുടെ ഒഴുക്കാണ് ഉണ്ടാവുന്നത്. ഞായറാഴ്ച തിരുവിതാംകൂർ ഇളയറാണി അശ്വതി തിരുനാൾ ലക്ഷ്മിബായി തമ്പുരാട്ടി കൊട്ടിയൂരിൽ ദർശനം നടത്തി. തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിന് ശേഷമാണ് ലക്ഷ്മിബായി തമ്പുരാട്ടി കൊട്ടിയൂരിലെത്തിയത്. അക്കരെ കൊട്ടിയൂരിൽ മണിത്തറയിൽ ദർശനം നടത്തിയ ശേഷം തിരുവഞ്ചിറയിൽ പ്രദക്ഷിണം ചെയ്യുകയും തുടർന്ന് അമ്മാറക്കൽ തറയിൽ ദർശനം നടത്തുകയും ചെയ്ത ശേഷമാണ് തമ്പുരാട്ടി മടങ്ങിയത്. കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പീയൂഷ് നമ്പൂതിരിപ്പാട് കൊട്ടിയൂരിൽ ദർശനം നടത്തി. ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ചെയർമാൻ തിട്ടയിൽ നാരായണൻ നായർ DMOയെ സ്വീകരിച്ചു. കൊട്ടിയൂരിൽ ആരോഗ്യവകുപ്പ് നടപ്പാക്കിയ ക്രമീകരണങ്ങളെക്കുറിച്ച് ചെയർമാനുമായും എക്സിക്യൂട്ടീവ് ഓഫീസർ K ഗോകുലുമായും ഡോക്ടർ പീയൂഷ് നമ്പൂതിരിപ്പാട് സംസാരിച്ചു. വൈശാഖ മഹോത്സവം തുടങ്ങുന്നത് ആദ്യം മണത്തണ വാഗ്യാട്ട് പൊടിക്കളം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് ദൈവത്തിനെ കാണുക എന്നൊരു ചടങ്ങ്. ആ ചടങ്ങ് ശാക്തേയമാണ്. ശാക്തേയം എന്ന് പറഞ്ഞാൽ മദ്യം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട്. അപ്പോൾ അത് മറ്റേ കുറിച്യ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് അതിൻ്റെ ഇത് ചെയ്യുന്നത്. അതെ. അപ്പോൾ അങ്ങനെ ക്ഷേത്രത്തെ ഉത്സവം തുടങ്ങിയിട്ട് ഇന്ന് വരെയുള്ള ദിവസങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിലേക്കാളും വളരെ അഭൂതപൂർവമായിട്ടുള്ള ഭക്തജന തിരക്കുകൾ നമ്മൾ കാണുന്നുണ്ട്. അതെ. അപ്പോൾ അതുകൊണ്ട് അങ്ങേക്ക് ആരോഗ്യ സംവിധാനവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ക്ഷേത്രത്തിൽ എന്തെല്ലാം പദ്ധതികളാണ് അങ്ങയുടെ മനസ്സിലുള്ളത്? അല്ല, ആരോഗ്യം 28 ദിവസമാണ് ഉള്ളത്. ഇവിടെ കാര്യമായുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന പല ഭക്തരും സ്വർണ്ണക്കൂട എടുത്ത് ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്ന ഒരുപാട് ആളുണ്ട്. അവർ ഭക്ഷണം കഴിക്കാതെയാണ് വരുന്നത്. ഈ പ്രഷർ രോഗികൾ, പ്രമേഹ രോഗികളെല്ലാം ഭക്ഷണം കഴിക്കാതെ വരുമ്പോൾ പെട്ടെന്ന് പ്രമേഹം കാണും, വെള്ളം ഒന്നും കഴിക്കാതെ അങ്ങനെ തളർന്ന് വീടിന് ഒരു പരിപാടിയാണ് ഇവിടെ അധികം ഉണ്ടാവുന്നത്. ഇവിടെ പ്രാഥമിക ചികിത്സ നടത്താനുള്ള ഒരു ഡോക്ടേഴ്സാണ് നമുക്ക് ആവശ്യമാണ്. പ്രാഥമികമായിട്ടുള്ളത്, അതായത് പെട്ടെന്ന് എന്താ പ്രമേഹം താണുപോയി ചെറിയ കാര്യങ്ങൾ ചെയ്താൽ അത് ശരിയാവും. പക്ഷെ നമ്മൾ ചെന്ന് നിങ്ങൾ വെള്ളം കുടിക്കണം, അങ്ങനെ നിൽക്കരുതെന്ന് പറഞ്ഞാലും ആൾക്കാർ സമ്മതിക്കില്ല. പക്ഷെ തളർന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ അത് ചികിത്സിക്കണമല്ലോ. അപ്പോൾ ചികിത്സിച്ചുകൊണ്ടല്ലേ നിവൃത്തിയുള്ളൂ. അല്ലാത്ത കൂടുതലുള്ള ആയിപ്പോയ ചില ആൾക്കാരുണ്ടാവും, അവരെയൊക്കെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റേണ്ടി വരും. അങ്ങനെ ചില ആൾ കോമയിലൊക്കെ ആയിപ്പോകുന്നുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവും. ചില രോഗത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ചില ആളുടെ ശാരീരിക പ്രത്യേകത ഇവിടെ വന്ന് ഈ പച്ചവെള്ളത്തിൽ കുടിച്ച് വെള്ളത്തിൽ കുടിച്ച് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇതൊക്കെ സംഭവിച്ചേക്കാം. അപ്പോൾ അവർക്ക് കൂടുതൽ അതായത് പെട്ടെന്ന് പ്രാഥമിക ചികിത്സ കൊണ്ട് മതിയായി വരില്ല. അവർക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് തന്നെ ചിലപ്പോൾ കിടത്തി 2-3 ദിവസമൊക്കെ കിടത്തേണ്ടി വരും. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അതെ. ഇപ്പോൾ ഡോക്ടറുടെ അഭിപ്രായത്തിൽ ഇപ്പോൾ പുതിയ ഒരു സംവിധാനങ്ങൾ എങ്ങനെയുണ്ട്? നമ്മുടെ നന്നായി തന്നെ നിൽക്കുന്നുണ്ട്. തിരക്കുകൾ കൂടുമ്പോൾ ഇതുപോലെ കേസുകൾ വരുന്നുണ്ട്. 100-ൽ പരം കേസുകൾ കഴിഞ്ഞ ശനി ഞായർ, 2 ശനി ഞായറും ഇന്നലെ ഇന്നുമായിട്ടൊക്കെ OP എണ്ണം കൂടുന്നുണ്ട്. അഭൂതപൂർവമായ ജനത്തിരക്ക് ഉണ്ടായിട്ടും കഴിഞ്ഞ ഞായറാഴ്ചത്തേതുപോലുള്ള ഗതാഗത കുരുക്ക് കൊട്ടിയൂരിലുണ്ടായില്ല എന്നത് ഭക്തജനങ്ങൾക്ക് ആശ്വാസമായി. 4 ആരാധനകളിൽ അതിവിശിഷ്ടമായ രോഹിണി ആരാധന ചൊവ്വാഴ്ച നടക്കും. കുറുമാത്തൂരിലത്ത് നായ്ക്കൻ സ്ഥാനികൻ നമ്പൂതിരിപ്പാടാണ് രോഹിണി ആരാധന നടത്തുക. രോഹിണി ആരാധന കഴിയുന്നതോടെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനകളും പൂർത്തിയാവും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്ക്സും ഇന്റീരിയർ വർക്ക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ നിന്ന് എടുക്കാം. അവിടെ ആകുമ്പോൾ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലാർ കിച്ചണും ഇന്റീരിയർ വർക്ക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ.